ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നമ്മുടെ ട്രഡീഷണലായ അവിയൽ. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് കഴിക്കാം. ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്, നല്ല ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അതിനായി മുരിങ്ങക്കായ ഇതാ ഇങ്ങനെ മുറിച്ച് ക്ലീൻ ചെയ്ത് നീളത്തിൽ മുറിച്ച് വയ്ക്കുക കേട്ടോ. കുമ്പളങ്ങയും ചേനയും കായും എല്ലാം നീളത്തിൽ മുറിക്കണം കേട്ടോ. എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അതേപോലെ അതിലേക്ക് വാഴക്ക ഇടാം. ഒരു വാഴക്ക എടുക്കാം. ഒരു കഷ്ണം ചേന എടുക്കുക. ചേന മുറിച്ചിട്ട് നമ്മളതിനെ ഒന്ന് മോരിലേക്ക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചൊറിയും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ക്യാരറ്റ്, അതും 1 ഇഞ്ച് നീളത്തിലേക്ക് മുറിച്ച് വയ്ക്കുക. പിന്നെ ഒരു പിടി ബീൻസ് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു മേബി എണ്ണം വന്നാൽ ഒരു 10 ബീൻസ് കേട്ടോ. അതിനെ ഒരു നീളത്തിൽ മുറിച്ച് വയ്ക്കുക. ഓക്കെ. പിന്നെ കൊത്തവര ഒരു 5-6 എണ്ണം എടുത്താൽ മതി. അതിന് ഇതേപോലെ 1 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. എല്ലാം ഒന്നിച്ചങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കോവയ്ക്ക ഇടുക, പാവയ്ക്ക ഇടുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഇന്ന് ഇത്ര എടുക്കണല്ലോ കേട്ടോ. എല്ലാം കൂടി നല്ലോണം ഒന്ന് കഴുകി മുറിച്ച് വൃത്തിയാക്കി എല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഈ കഷ്ണങ്ങളെല്ലാം ഓരോന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം ആവും, നല്ലോണം കൂടിയ പോലെ ഉണ്ടാവും. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിപ്പോൾ ഇടുമ്പോൾ വന്നിട്ട് നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നും കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ എല്ലാം ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റാവും. ഓക്കെ. ഒന്ന് അടച്ചു കൊടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മുരിങ്ങക്കായ വേറെ വേവിക്കണം. ഓക്കെ. എന്നിട്ട് ലാസ്റ്റേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ കുക്കറിൽ വെച്ചാൽ മുരിങ്ങക്കായൊക്കെ വെന്ത് കുഴയും. ഇതിന് എന്താ വെച്ചാൽ പച്ചക്കറികൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിലുള്ളവരൊക്കെ കൂടുതൽ വേവും, മുകളിലുള്ള പച്ചക്കറി അത്ര വേവില്ല. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതവിടെ വെന്തോട്ടെ. നമുക്കതിനായി 1 നാളികേരം ഫുൾ എടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ. പിന്നെ അതിലേക്ക് ഒരു 10 പച്ചമുളക്, എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് ചേർക്കാം. ഓക്കെ. അതിലേക്ക് 1 സ്പൂൺ ജീരകം കൂടി ഒഴിച്ചു. ജീരകം വന്ന് ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടവർക്ക് ഇടാം, അല്ലെങ്കിൽ തേങ്ങയും പച്ചമുളകും മാത്രമായിട്ടും ഇടാം. ജീരകവും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ പച്ചക്കറി അപ്പോഴേക്കും എന്താ കുറച്ച് വെന്തിട്ടുണ്ട്. പകുതി വെന്ത ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. തൈര് വന്നിട്ട് അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പുളിയുള്ളതോ ഇല്ലാത്തതോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതേപോലെ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ വെള്ള കളറിൽ വെക്കണ കാണാം. അതും നിങ്ങളുടെ ചോയ്സിന് വിടുന്നു. ഓക്കെ. ഒക്കെ ആഡ് ചെയ്ത് എഗെയിൻ അടച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ മിക്സിയിൽ അരപ്പ് അരച്ചിട്ട് വന്നു. അരപ്പ് തരിതരിപ്പായിട്ട് അരയ്ക്കാൻ പാടില്ല, ഒന്ന് പൾസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുക. നല്ലോണം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അടിപൊളി അവിയൽ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.